ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഉള്ളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എല്ലാവരും കൂടി പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കരുനാഗപ്പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ 3 ബൈക്കാണ് കേട്ടോ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നബാൻ ആകെ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. സഹിലിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ആകെ പിണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പിണക്കൊക്കെ മാറ്റി ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ വണ്ടിയെല്ലാം കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ. വാബ്ജയും മിജായും നബാനും കൂടെ വണ്ടിയിലാണ് വരുന്നത്. ഞാനും കൊച്ചയും സഹിലും കൂടെയാണ് കേട്ടോ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കരുനാഗപ്പള്ളി ആയപ്പോഴേക്കും നല്ല രീതിയിൽ മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. ഞാനും കൊച്ചായും കൂടി കരുനാഗപ്പള്ളി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഞാൻ എനിക്ക് റാങ്ക് ഫയൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ എസ് ഭാരതിലേക്ക് വന്നു. പെരുന്നാളിന് ഒരാഴ്ചയ്ക്ക് മുന്നേ കേട്ടോ സാധനം എടുക്കാൻ വേണ്ടി പോയി. പെരുന്നാളിനും തിരക്കിനൊരു കുറവുണ്ടായിരുന്നില്ല, നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഓരോ സെക്ഷനിലേക്ക് പോയിട്ട് ഓരോരുത്തരുടെ കറി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാപ്ചയും ചെയ്യും വേറെ വഴിക്ക് പോയി, കൊച്ചായും സൈലും വേറെ വഴിക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വേറെ രീതിയിൽ ഡ്രസ്സ് ഒക്കെ എടുക്കാൻ കേട്ടോ. ഞങ്ങൾ ട്വിൻ ചെയ്യുന്ന രീതിയിൽ രണ്ട് ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സാലസിനെ നോക്കാൻ കേട്ടോ. സാലസിന് ബർത്ത്ഡേയും കൂടെ ആയിരുന്നു, അതുകൊണ്ട് വാപ്ചയുടെയും വക ഒരു ഗിഫ്റ്റ് സാലസിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരത് നോക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പം നമ്മൾ സാധനമൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ബില്ല് ചെയ്ത് സെറ്റായി വരാണ്ട് കുറേ താമസം എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വന്നത് ലേറ്റായിട്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനകത്തേക്ക് കയറിയത് തന്നെ. അപ്പോൾ പിന്നെ ഒരു 2 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം സാധനം വാങ്ങിച്ചുകൊണ്ട് നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സ് എന്നാലും റെഡിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇതാണെന്ന് നോക്കിയപ്പോൾ നമ്മൾ പർദീസ കണ്ടു കേട്ടോ. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ അവിടേക്ക് തന്നെ പോകാമെന്ന്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പഠിച്ച എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഡസ്ട്രി ഫീൽഡ് തന്നെയായിരുന്നു കേട്ടോ ആ വഴികളൊക്കെ. അങ്ങനെ വാപ്ചയും മുച്ചി അവിടെ വെയിറ്റ് ചെയ്തിപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനൊരു പാസേജ് കൂടെയാണ് നമ്മൾ ആ പർദീസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭംഗി മനസ്സിലാവും കേട്ടോ. നമ്മൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതും എൻ്റെ സൈഡിൽ പാർക്കും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുട്ടികളും ആകെ സന്തോഷമായി, ആഹാ പാർക്കിൽ കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിനി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെയൊക്കെ ഒരുമിച്ച് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്കാണ് എല്ലാവരും മന്തിയുടെ ഫാനായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും മന്തി കഴിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പർദീസിൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബാക്ക് വാട്ടേഴ്സ് കാണാനായിട്ട് പറ്റും. അത് വേറൊരു ഫീൽഡ് തന്നെയായിരുന്നു കേട്ടോ. കായലൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അൽഫാം മന്തി ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് പോയിരുന്നു. പിന്നെ നമ്മൾ നോർമൽ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഫുഡ് വന്നു, നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിലും പക്ഷെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഓരോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ കേട്ടോ. അപ്പോഴത്തേക്കും നബാനും സഹിലും സഹലസൊക്കെ കളിക്കാനായിട്ട് പാർക്കിലേക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വേറൊരു ലോകത്താണ് കേട്ടോ. അവർ എന്ത് സന്തോഷം തന്നെ അവർക്ക് പാർക്കിലൂടെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി കളിക്കാണ് 3 പേര്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തുപ്പാശ്ശേരിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നുണ്ട് തുപ്പാശ്ശേരിയിലും. അങ്ങനെ നമ്മൾ സാധനമൊക്കെ കൊടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാണ്. അപ്പം ഇതുപോലെ സഹിലിനും ഡ്രസ്സ് എടുക്കുകയാണ്, സഹിലിന് നബാനും ഡ്രസ്സ് എടുക്കാനായിരുന്നു. അപ്പം അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ വാപ്പിച്ചൊരു സൈഡിലങ്ങ് ഇരുന്ന് പതുക്കെ നബാൻ ഡ്രസ്സ് എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ. അവൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട്, പക്ഷേ ആ ഡ്രസ്സിന് സൈസായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു ഡ്രസ്സ് എടുത്ത് അവനെ സെറ്റാക്കി. അപ്പോൾ ആൾ കണ്ട പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. അവൻ കുരുതിക്കടക്കൊന്ന് മാറാൻ വേണ്ടി അവൻ അവിടെ ഇരുന്ന്
ബാസ്ക്കറ്റിലാണ് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ സാലസിനുള്ള ഡ്രസ്സ് എടുത്തു. സാലസിന് ലാച്ചാണ് കേട്ടോ എടുത്തത്. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ചയുടെ അമ്മച്ചേട്ടൻ്റെ ഗിഫ്റ്റായിരുന്നു ഒരു ലെഹങ്ക ലാച്ച പോലുള്ളത്. അങ്ങനെ ഗ്രീൻ കളറിൽ ഒരു ലാച്ചാണ് കേട്ടോ എടുത്തത്. കൊച്ചാക്കി കുറച്ചൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കയ്യിലേക്ക് നോക്കിയെടുക്കാൻ കേട്ടോ. കയ്യിലേക്ക് എടുത്തിട്ട് പിന്നെ നിബാന് ഏപ്രിൻ വാങ്ങണമായിരുന്നു. അങ്ങനെ ഏപ്രിനൊക്കെ വാങ്ങിച്ചു, ടവൽ വാങ്ങിച്ചു. അങ്ങനെ അവൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും സഹിലും കൂടെ പുറത്ത് തുപ്പാശ്ശേരിയിൽ വെയിറ്റ് ചെയ്യാണ്. വാപ്പിച്ചായും കൊച്ചായും ഉമ്മച്ചായും കൂടി നിബാനും കൂടി അവർ വസ്ത്രമാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് പോയിട്ടോ. അങ്ങനെ അവരൊക്കെ വന്നിട്ടോ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വൈകിട്ടായപ്പോഴത്തേക്കും നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുപ്പാശ്ശേരി അടുത്തായിട്ട് തന്നെയുള്ള മോഡേൺ എന്ന് പറഞ്ഞ ബേക്കറിയിൽ കയറിയിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചായയും മുട്ട പപ്സുമാണ് പറഞ്ഞത്. പിന്നെ സഹലസിന് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക്, പിന്നെ കുഞ്ഞായ്ക്ക് മുന്തിരി ഷേക്ക്, എനിക്ക് ഷാർജ ഷേക്ക്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് 2 ബർഗറും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ സഹിലാണെങ്കിൽ ആകെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവനിപ്പം ബീച്ചിൽ പോകണമെന്നും പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കാൻ കേട്ടോ സഹിൽ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് അവർക്കും ട്വീൻ ചെയ്ത പോലത്തെ 2 ഒരുപോലത്തെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കും കുഞ്ഞാക്കും നമ്മൾ ഒരുപോലത്തെ 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോച്ചിങ്ങിനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് തന്നെ 2 ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവിടേക്ക് പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ്.